ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ദശകം 38 ശ്രീകൃഷ്ണാവതാരം. ഈ ദശകം രചിച്ചിരിക്കുന്നത് വസന്തതിലകം എന്ന വൃത്തത്തിലാണ്. ഭഗവാന്റെ അവതാരം അടുത്തപ്പോൾ വർഷക്കാലം വന്നു ചേർന്നു എന്ന് പറയാണ് ആദ്യത്തെ ശ്ലോകത്തിലൂടെ. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ 3-ാം അധ്യായത്തിലെ കുറച്ചു ശ്ലോകങ്ങളാണ് ഈ ദശകത്തിൽ വിവരിച്ചിരിക്കുന്നത്. ഹരേ നാരായണ. ആനന്ദരൂപ ഭഗവന്നയിദേവതാരേ പ്രാപ്തേ പ്രദീപ്ത ഭവദംഗനിരീയമാണയേ കാന്തിവ്രജൈരിവ ഘനാഘനമണ്ഡലൈർദ്യാമാവൃണ്ണുതേ വിരുരുചേ കില വർഷവേല. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. ആനന്ദരൂപ, ഹേ ആനന്ദമൂർത്തിയായ കൃഷ്ണ. ഭഗവൻ ഐ, അല്ലയോ ഭഗവാനെ ഗുരുവായൂരപ്പ. തേ, അങ്ങയുടെ. അവതാരേ പ്രാപ്തേ, അവതാരകാലമടുത്തപ്പോൾ. പ്രദീപ്ത, ദീപ്തമായ, അതായത് പ്രകാശോജ്വലമായ. ഭവദംഗനിരീയമാണയേ, അങ്ങയുടെ ശരീരത്തിൽ നിന്ന് പ്രസരിക്കുന്ന. കാന്തിവ്രജൈരിവ, പ്രഭാപടലങ്ങൾ പോലെ എന്ന് തോന്നുന്ന. ഘനാഘന മണ്ഡലൈദ്യാം, കനത്ത കാർമേഘങ്ങളെ കൊണ്ട് ആകാശമാർഗം. ആവൃണ്ണുതി, ആവരണം ചെയ്തുകൊണ്ട്. വിരുരുചേ കില വർഷവേല, വർഷക്കാലം അങ്ങനെ വിളങ്ങി നിന്നു. അതായത് ഭഗവാന്റെ അവതാരത്തിൻ്റെ പൂർവ്വരൂപമായിട്ട് മഴക്കാലം വന്നു എന്ന് പറയാണ്. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? ആനന്ദസ്വരൂപനായ ഭഗവാനെ, അങ്ങയുടെ തിരു അവതാര സമയമടുത്തപ്പോൾ പ്രകാശോജ്വലമായ ആ ശരീരത്തിൽ നിന്ന് പ്രസരിക്കുന്ന പ്രഭാപടലങ്ങൾ പോലെ കാർമുകിൽ മാലകൾ ആകാശത്തെ മറച്ചിരുന്നു. ഇങ്ങനെ മനോഹരമായ വർഷർത്തുവിൻ്റെ ലീലാവിലാസം അങ്ങയുടെ അവതാരത്തിൻ്റെ പൂർവ്വരൂപമായി കാണപ്പെട്ടു. ഹരേ കൃഷ്ണ.